കൊച്ചി വൈറ്റില റെയിൽവേ ട്രാക്കിലെ കൊലപാതകത്തിൽ യുവതി നേരിട്ടത് അതിക്രൂരമായ ആക്രമണമെന്ന വിവരം വരികയാണ്. പ്രതി ഷാജി യുവതിയുടെ മുഖത്ത് പലവട്ടം മുഷ്ടി ചുരുട്ടി ഇടിച്ചു. കരിങ്കല്ലിലേക്ക് തെറിച്ചു വീണ യുവതിയുടെ തലയ്ക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നായിരുന്നു കൊലയെന്നാണ് പ്രതിയുടെ മൊഴി. അബ്ദുൾ റഹീം വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. റഹീമെ, ഇന്നിപ്പോൾ ഈ പ്രതിയെ സംഭവസ്ഥലത്ത് വെച്ച് തെളിവെടുപ്പൊക്കെ നടത്താനിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രതിയുടെ ഈ മൊഴി വരുന്നത്. യുവതി നേരിട്ടത് അതിക്രൂരമായ പീഡനങ്ങൾ എന്നുള്ള വിവരങ്ങൾ വരുന്നത്. സേതു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഇന്നലെ യുവതിയുടെ മൃതദേഹം രാവിലെയോടുകൂടി കണ്ടെത്തിയത്. അതായത് ഷാജിയും കൊല്ലപ്പെട്ട ബേബി സുധയും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുള്ള ആളുകളാണ്. അവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. പിന്നീട് ഇവർ തമ്മിലുണ്ടായ ബന്ധത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ അതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രതി ഇന്നലെ പോലീസിനോട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി ഇന്നലെ കുറ്റം സമ്മതിച്ചിരുന്നു. ഈ പ്രതി ഈ സുധയെ വലിയ രീതിയിൽ തന്നെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിക്രൂര പീഡനം അല്ലെങ്കിൽ അതിക്രൂര മർദ്ദനം ഈ സുധ നേരിട്ടിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും പ്രതിയെ അല്പസമയത്തിനകം ഈ സംഭവ സ്ഥലത്തെത്തിച്ചും അതോടൊപ്പം തന്നെ കൂടാതെ ഈ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ നാടകീയമായിട്ടാണ് ഈ പ്രതി ഈ കൊലപാതകം നടത്തുകയും പിന്നീട് ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ ഒരു റെയിൽവേ ട്രാക്കിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് മൃതദേഹം തള്ളുകയും ചെയ്തത്. പക്ഷേ ഈ ഒരു ട്രാക്കിലൂടെ, അതായത് പ്രതി മൃതദേഹം ഉപേക്ഷിച്ച ട്രാക്കിലൂടെ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നില്ല. ആ സ്ഥലത്തുകൂടി ട്രെയിൻ സർവീസ് നടത്തുന്നതല്ല. അങ്ങനെയാണ് പിന്നീട് അതുവഴി കടന്നുപോയ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഇങ്ങനെ ഒരു മൃതദേഹം കിടക്കുന്നത് കാണുകയും പിന്നീട് റെയിൽവേ അധികൃതരെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ വളരെ നാടകീയമായിട്ട് നടന്നൊരു കൊലപാതകമായിരുന്നു, ആത്മഹത്യ അല്ല എന്ന കണ്ടെത്തലിലേക്ക് എത്തിയത്. പിന്നീട് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇതിൽ വളരെ നിർണായകമായി. കാരണം ഇയാളും, അതായത് പ്രതി ഷാജിയും അതോടൊപ്പം തന്നെ ബേബി സുധയും സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളിൽ അതോടൊപ്പം തന്നെ ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ ഇവരൊപ്പം പോകുന്നതുമൊക്കെ വളരെ നിർണായകമായ വിവരങ്ങളായി മാറുകയായിരുന്നു. അങ്ങനെയാണ് പ്രതി ഷാജിയിലേക്ക് പോലീസ് എത്തുകയും ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. നിലവിൽ മരട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി ഷാജി ഉള്ളത്. അല്പസമയത്തിനകം പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്യുക. ഏതായാലും അതിക്രൂരമായ മർദ്ദനം അല്ലെങ്കിൽ അതിക്രൂരമായ പീഡനം ഈ കൊല്ലപ്പെട്ട ബേബി സുധ ബേബി നേരിട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ശരി റഹീമേ.